ഗലാത്യലേഖനം 1-15 എങ്കിലും എൻ്റെ അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ എന്നെ വേർതിരിക്കുകയും തൻ്റെ കൃപയാൽ വിളിക്കുകയും ചെയ്ത ദൈവം തൻ്റെ പുത്രനെക്കുറിച്ചുള്ള സുവിശേഷം ഞാൻ ജാതികളുടെ ഇടയിൽ അറിയിക്കേണ്ടതിന് അവനെ എന്നിൽ വെളിപ്പെടുത്തുവാൻ പ്രസാദിച്ചപ്പോൾ ഞാൻ മാംസരക്തങ്ങളോട് ആലോചിക്കുകയോ എനിക്ക് മുമ്പേ അപ്പോസ്തലന്മാരായവരുടെ അടുക്കൽ യെരുശലേമിലേക്ക് പോവുകയോ ചെയ്യാതെ നേരെ അറബിയയിലേക്ക് പോവുകയും ദമസ്കോസിലേക്ക് മടങ്ങിപ്പോരുകയും ചെയ്തു. ദൈവം നമ്മെ വിളിക്കുക എന്നുള്ളത് ഏറ്റവും ഭാഗ്യകരമായ ഒരു അനുഭവമാണ്. ദൈവവിളി പലർക്കും ഉണ്ടാകാറുണ്ട്. എന്നാൽ ആ വിളിയോട് പ്രതികരിക്കുന്ന നിലയിൽ ആയിരിക്കും നമ്മുടെ ആത്മീക പുരോഗതി വാസ്തവത്തിൽ വെളിപ്പെട്ടു വരുന്നത്. യേശുവിൻ്റെ വിളി കേൾക്കുമ്പോൾ മാംസരക്തങ്ങളോട് ആലോചിക്കാതെ ഞാൻ ഇറങ്ങിത്തിരിച്ചു എന്നതാണ് അപ്പോസ്തലനായ പൗലൂസിൻ്റെ സാക്ഷ്യം. അതാണ് നമ്മൾ വചനത്തിൽ വായിച്ചത്. യേശുവിൻ്റെ സ്നേഹപൂർണമായ സ്നേഹനിർഭരമായ വിളി, ആ വിളി കേട്ട് യേശുവിൻ്റെ സന്നിധിയിലേക്ക് വന്ന് യേശുവിനെ ആരാധിക്കണമെന്നും യേശുവിന് വേണ്ടി പ്രവർത്തിക്കണമെന്നും പല ആളുകളും ആഗ്രഹിക്കാറുണ്ട്. എന്നാൽ തങ്ങളുടെ വിളി അത് അനുസരിക്കുവാനുള്ള ആഗ്രഹത്തെക്കുറിച്ച് പലപ്പോഴും അവർ തങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ടവരുമായിട്ട് ആലോചിക്കുമ്പോൾ ആ വിളിയെ അവഗണിക്കുവാൻ അവർ നിർബന്ധിതരായിട്ട് മാറുന്നു. ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ ചില കാര്യങ്ങൾ നാം പങ്കുവെക്കേണ്ടതില്ല എന്നുള്ളതാണ് പൗലൂസിൻ്റെ അനുഭവം. ജോസഫിന് ഒരു വലിയ സ്വപ്നമുണ്ടായി. ആ സ്വപ്നത്തെക്കുറിച്ച് താൻ സഹോദരന്മാരോട് പറഞ്ഞു. അപ്പോൾ മുതൽ അവർക്ക് അവനോട് അസൂയ തോന്നി എന്നാണ്. നമുക്ക് ലഭിക്കുന്ന ആത്മീക ദർശനം എല്ലാവരുമായിട്ട് പങ്കുവെക്കണം എന്ന് നിർബന്ധമില്ല. എന്നാൽ അങ്ങനെ പങ്കുവെച്ചതിൻ്റെ പേരിൽ പലപ്പോഴും പലർക്കും ദൈവത്തിനു വേണ്ടി ചെയ്യുവാനുള്ള ആഗ്രഹത്തിൽ നിന്ന് മനഃപൂർവ്വമായിട്ട് പിന്തിരിയേണ്ടി വന്നിട്ടുണ്ട്. ഇവിടെ പൗലൂസ് പറയുന്നു, മാംസരക്തങ്ങളോട് ഞാൻ ആലോചന ചോദിക്കാതെ ഇറങ്ങിത്തിരിച്ചു. വാർദ്ധക്യത്തിലെത്തിയ മാതാപിതാക്കന്മാർ കാണാം, ഭാര്യ, ഭർത്താവ്, മക്കൾ, സ്നേഹിതർ തുടങ്ങിയവർ നമ്മുടെ ഹൃദയത്തിൽ സൃഷ്ടിക്കുന്ന ചില വിലക്കുകളുണ്ട്. അല്ലെങ്കിൽ മറ്റുള്ളവരോടുള്ള നമ്മുടെ കടപ്പാടുകളും സ്നേഹബന്ധങ്ങളും അവരുടെ സ്നേഹത്തോടു കൂടിയുള്ള ചോദ്യങ്ങളും ഒക്കെ മുമ്പിൽ വരുമ്പോൾ പലരും യേശുവിൻ്റെ വിളിയെ തിരസ്കരിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ ദൈവത്തിൻ്റെ വിളി കേൾക്കുമ്പോൾ മാംസരക്തങ്ങളായ മനുഷ്യരോട് ആലോചന ചോദിക്കാതെ എന്ന് ഗലാത്യലേഖനം 1-16 പൗലോസ് അപ്പോസ്തലൻ പറയുന്നു. ദൈവത്തിനു വേണ്ടി ദൈവശബ്ദം കേട്ട് ഇറങ്ങിത്തിരിക്കുന്നവരെയാണ് ദൈവം എക്കാലത്തും എടുത്തുപയോഗിച്ചിരിക്കുന്നത്. അത് പൗലൂസിൻ്റെ അനുഭവം നമ്മെ തെളിയിക്കുന്നുണ്ട്. നമ്മെ വിളിക്കുന്ന ദൈവം നീതിമാനാണ്, സ്നേഹസമ്പന്നനാണ്. നമ്മുടെ എല്ലാ പ്രിയപ്പെട്ടവരെക്കാളും അധികമായി നമ്മെ കരുതുവാൻ മതിയായവനാണ്. ഇങ്ങനെ വിശ്വസിക്കുന്ന ഒരാൾക്ക് മാത്രമേ ആരോടും ചോദിക്കാതെ ദൈവത്തിൻ്റെ വിളി കേൾക്കുന്ന ആ നിമിഷത്തിൽ തന്നെ ദൈവത്തിനായി മുന്നോട്ട് കാലുകൾ എടുത്തു വയ്ക്കുവാൻ കഴിയുകയുള്ളൂ. യേശുവിനോടുകൂടെ ഉണ്ടായിരുന്ന അപ്പോസ്തലന്മാർ യെരുശലേമിൽ ഉണ്ടായിരുന്നെങ്കിലും അവരുടെ അടുത്തേക്ക് പോലും പോകാതെ അറേബ്യയിലേക്കാണ് താൻ പോയതെന്ന് പൗലോസ് കൂട്ടിച്ചേർക്കുന്നു. കാരണം പൗലോസിനോട് ദൈവം സംസാരിക്കുവാൻ തുടങ്ങിയിരുന്നു.
ഗമാലിയേലിൻ്റെ പാദപീഠത്തിലിരുന്ന് പഠിച്ചവനും പരീശനുമായിരുന്ന ശൗൽ യേശുവിൻ്റെ വിളി കേൾക്കുക മാത്രമല്ല, യേശുവിനെ അനുസരിച്ചു. യേശുവിൻ്റെ ശിക്ഷണത്തിൽ അനേക വർഷങ്ങൾ ചിലവഴിച്ചു. യേശുവിൻ്റെ വിളി കേട്ടിറങ്ങുന്ന എല്ലാവർക്കും മാർഗ്ഗദീപമായിരിക്കണം പൗലോസ് അപ്പോസ്തലൻ്റെ ഈ ജീവിതം. അവിടെ നിന്നെങ്കിലും കൽപ്പിച്ചാൽ സമ്പൂർണമായിട്ട് അനുസരിക്കുവാൻ മനസ്സുള്ളവരെയാണ് ഇന്നും ദൈവത്തിന് ആവശ്യമായിട്ടുള്ളത്. അവരെയാണ് ദൈവം തൻ്റെ കരങ്ങളിൽ എക്കാലത്തും ഉപയോഗിച്ചിട്ടുള്ളത്. കർത്താവായ ദൈവമേ, അങ്ങയുടെ നല്ല വചനങ്ങൾ ഞങ്ങളെ കേൾപ്പിച്ചു. അനുസരിക്കുവാനും താവേ ജഡരക്തങ്ങളോട് ആലോചന ചോദിക്കാതെ എല്ലാവരേക്കാളും അധികമായി ദൈവത്തെ സ്നേഹിച്ച്, ദൈവത്തെ പ്രിയപ്പെട്ട്, ദൈവത്തെ അനുസരിപ്പാനും വചനം കേൾക്കുന്ന എല്ലാവർക്കും കൃപ നൽകണമേ. സ്നാനത്തെക്കുറിച്ചും ആത്മീയ സത്യങ്ങളെക്കുറിച്ചും ഒക്കെ നല്ല ബോധ്യം ലഭിച്ചിട്ടും പലരെയും ഭയന്ന്, ചിലരുടെയൊക്കെ സ്നേഹ നിർബന്ധങ്ങൾ നിമിത്തം വചനമനുസരിക്കുവാൻ കഴിയാതെ പോയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവർക്ക് ഉറപ്പും ധൈര്യവും കർത്താവിനെ അനുസരിപ്പാനുള്ള കൃപയും അവിടുന്ന് കൊടുക്കണമേ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ.